എല്ലാവർക്കും തെസരേര ചാനലിലേക്ക് സ്വാഗതം. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ശനീശ്വരൻ്റെ ഒരു കഥ നമുക്കൊന്ന് കേൾക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോയിലേക്ക് കടക്കാം. ശനീശ്വരൻ സൂര്യദേവന്റെ മൂന്നാം ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ. സൂര്യദേവനോട് ശനീശ്വരന് പകയാണ്. കാരണം യമധർമ്മൻ ഛായാദേവിയോട് ധിക്കാരപരമായി പെരുമാറുന്നതും കണ്ടിട്ടും സൂര്യദേവൻ മൗനം പാലിച്ചിരുന്നു. അതുകൊണ്ടാണ് ജ്യോതിഷത്തിൽ സൂര്യനും ശനിയും ഭിന്നിച്ചു നിൽക്കുവാൻ ഇടവന്നത്. ശനിയുടെ അഹങ്കാരം തീർക്കുന്നതിനുള്ള ശക്തി ശിവനും ശിവസന്തതികൾക്കും മാത്രമാണുള്ളത്. നവഗ്രഹങ്ങളിൽ ആയുസ്സിന്റെ കാര്യത്തിൽ ആധിപത്യം ചെലുത്തുന്നത് ശനിയാണ്. നക്ഷത്രങ്ങളിൽ പൂയം, അനിഴം, പൂക്കളിൽ കരിങ്കൂവളവും, രത്നങ്ങളിൽ നീലവൈഡൂര്യവും, നവധാന്യങ്ങളിൽ എള്ളും, തൈലങ്ങളിൽ നവഗ്രഹ തൈലവും ശനീശ്വരൻ ഇഷ്ടപ്പെടുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വരനെ പ്രത്യേകമായി പൂജിക്കുന്നതും ആരാധിക്കുന്നതും വളരെ നല്ലതാണ്. ശനിഗ്രഹദോഷം അനുഭവിക്കുന്നവർ ശനിഗ്രഹദോഷ പരിഹാര മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് മറ്റൊരു കഥയുമായി കാണാം.